നിന്റെ നിപ്പും മട്ടൊക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോവാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പൊ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. പിന്നെ ഗ്രഹിക്കണം. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. ഐശാക, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം എന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസം ആയി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. അച്ഛാ, പോലീസ് ജീപ്പിന് വട്ടം ചാട്. അച്ഛൻ ചോറ് വണ്ടി എടുത്ത്. ചേട്ടാ, ഈ പ്രദീപിന്റെ വീട് ഏതാ? സാറേ, ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ. ഓ ശരി. പോലീസുകാർക്ക് രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ അന്ന് പിടിക്കാതെ പോയത്? എടാ, നമ്മള് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തിൽ മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയാലോ? വെരി ഗുഡ് ഐഡിയ. ബസ് ആശാന്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനൽ അല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ടോ കേട്ടോ അവിടെ? അതെ, ഒറ്റ ഷോട്ട്സിൽ ന്യൂസ് വായിക്കുന്ന ഹാഷർ ഉണ്ടോ അവിടെ? KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനല്. ചേട്ടാ, ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ, ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ല, ഒരു സെൽഫി ഒന്ന് ചിരിക്കട്ടെ. ഒരു സെൽഫി. ഇതെന്താ ഫുൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ? ഹിന്ദിയിൽ പിടികൊടുക്കേണ്ടി വരും. എടാ, ഞാൻ വിളിച്ച ചാനലുകാരെല്ലാരും വന്നിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറി പറയാൻ നീ എല്ലാം ചെയ്തേന്ന്. താങ്ക് യു വൈശാഖ. ഞാൻ അകത്ത് പോയി പിടികൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ ഇവിടെ റെസ്റ്റ് ചെയ്യ്. ഓക്കെടാ. വിനോദേ, എന്താടാ? എടാ, കുറച്ചുകൂടെ മാസം കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ? വർക്കാണ്. മാസ് ഇതായിരിക്കും. ഈശ്വര, തോക്കിന് പിടിവെച്ചിടും. ഉയരോടെ വന്നാ മതിയായിരുന്നു. സിയെ അകത്തുണ്ട്. ഹായ്ടാ. ഇരിക്കും. ഇറങ്ങി വാടോ. ഞാനൊരു കഥ சொல்லட்டுமா? കഥ சொல்லு. KSRTC ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി പിടിച്ചിട്ടില്ല. കിടക്കണ. ഇവരാരാണ്? അല്ല സാർ, യഥാർത്ഥ പ്രതി ഞാനാണ്. KSRTC സാർ പറയൂ സാർ, എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാർ, എന്താണ് സാർ അവിടെ സംഭവിച്ചത്? KSRTC ബസ്സിന്റെ ജില്ല കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചവനാ. സാർ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ ഭുവൻ ചന്ദ്, വിനോദ് ഫ്രം ബംഗാളി. സംഭവം പൂർവ്വരേഖയാണ്. പൂർവ്വരേഖയോ? അതെ സാർ, വ്യക്തമാക്കാമോ? ഇവന്റെ അച്ഛൻ ബസ്സിൽ കയറിയിട്ട് ബാലൻസ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ കേസ് കേരളം വിട്ട് ബംഗ്ലാദേശിൽ നിൽക്കില്ല. ബംഗ്ലാദേശോ? ഒരു മിനിറ്റ് സാർ, ഇപ്പോഴാണ് സാർ കോടതിയിൽ ഹാജരാക്കുന്നത്. നീയാണെന്ന് പറയടാ. അവനാണ് പ്രതി. സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ ബംഗാളിന്ന് ഒരാളെന്നൊക്കെയാണ്. ഞാൻ ആരാണ്? നീ അവരെടുത്ത് പോയി. ഈ KSRTC ബസ്സിന് കല്ലെറിഞ്ഞില്ലേ, ആ പ്രതി ഞാനാ. സാർ, സത്യമായിട്ട് ആ പ്രതി ഞാനാണ്. സാർ വിശ്വസിക്കണം. സാർ വേണമെങ്കിൽ അവിടുത്തെ CCTV ചെക്ക് ചെയ്തോളൂ, അതിൽ എന്നെ കാണാം. KSRTCയുടെ CCTV 2 വർഷമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഇടയ്ക്ക്. അത് ശരിയാക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവര് ശമ്പളം കൊടുത്തു തീർത്തേ. സാർ, CCTV ഓഫീസ് എവിടെയെന്ന് അറിയോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ല വൈശാഖ. സിസ്റ്റം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങിയിട്ട് എന്തൊരു ജ്യൂസ് കൂടിയാണിത്. എന്റെ ബാങ്ക് ബാലൻസ് മൊത്തം തീർന്ന്. ഇത് ലാസ്റ്റ് ജ്യൂസാണ്, നോക്കിക്കോ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാത്ത ശവമേ. ആവശ്യമുള്ള എന്തിനെങ്കിലും പ്രതികരിക്കും ഞാൻ. 2 പപ്സ്. ഫുഡ് സേഫ്റ്റി മാഡം ഇല്ലേ ഇത്? മാഡം, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. മാഡം ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഫോളോ ചെയ്ത് വന്നു. മാഡം എന്താ ഇവിടെ?
ഞാനൊരു കേക്കിന് ഓർഡർ കൊടുത്തിരുന്നു, അത് വാങ്ങിക്കാൻ വന്നതാ. ഓ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ അല്ല, മോളുടെ. അപ്പൊ മോളോട് നമ്മൾ അന്വേഷണം പറഞ്ഞേ. പറയാം. എന്നാലും മാഡത്തിന് ഞങ്ങളെയും കൂടിയും വിളിക്കായിരുന്നു, വിനോദൻ വൈശാഖൻ. അത് അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മള് 3 ആളേ ഉള്ളൂ. എന്നാലും നമ്മളെയും കൂടെ ഒന്ന് വിളിക്കാൻ. വിളിക്കായിരുന്നു. അല്ല അത് ഈ കേക്ക് എത്ര പേർ കഴിക്കാൻ പറ്റും ബ്രോ? ഒരു 10-20 പേർ കഴിക്കാം. ഓഹോ. എന്നിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. എടാ, എടാ വാടാ വിനോദേ. അവൻ പോയി കേക്കായിട്ട്. ഓക്കെ. നടക്കാലേ. കരയാതടാ അമ്മ വന്നടാ പൊന്നിന്റെ അമ്മ നല്ല വീടല്ലേ? ചേച്ചി, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ടേ. വൈശാഖൻ നിന്നെ കണ്ടിട്ടാണല്ലോ കുട്ടി കരയണത്. ഇതൊന്ന് പിടിച്ച്. ആ. വാടാ. ചുറ്റുടു. വാ. എന്താ മക്കളുടെ പേര്? എന്തായിരുന്നു നമ്മുടെ പേര്? വിനോദ്. വൈശാഖൻ വിനോദ്. ബലൂൺ പോയി. വാ. നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. മക്കളങ്ങോട്ട് ഇരിക്കും. കൊച്ചിന് എത്ര വയസ്സായി? 2ാമത്തെ പിറന്നാളാണ്. കൊച്ചിന്റെ അച്ഛൻ? ഞാൻ പറഞ്ഞെന്ന് പറയില്ല കേട്ടാ, അവൻ ഭയങ്കര ഉപദ്രവമായിരുന്നു. കൊച്ചോ? അല്ല, കാവ്യര മാപ്പിള. അതുകൊണ്ടാണ് അവര് പിരിഞ്ഞത്. അയ്യോ, ഞാൻ പറഞ്ഞെന്ന് ആർക്കും പറയില്ലേ മക്കളെ. അല്ല, അപ്പൊ ഈ കഴുത്തിലെ താളി നെറ്റിയിലെ സിന്ദൂരവും? അപ്പോ അതൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ കൊച്ചിട്ടോണ്ട് നടക്കണല്ലേ. മക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയേ ചെയ്യില്ല കേട്ടാ. വൈശാഖ, എന്താന്നറിയില്ല, ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു കുളിരും വയറ്റിലൊരു വിറയലും. ചേച്ചി ഡോളോ അങ്ങനെ ഇരിപ്പുണ്ടോ ചേച്ചി? പാരസെറ്റമോൾ ഉണ്ട്, തരട്ടാ? എടുക്കട്ടാ? ഇപ്പൊ കൊണ്ടുവരാം. വെള്ളം മാറി കുളിച്ചേന്റെ കുറച്ച് ഞാൻ മാറും. ധൈര്യത്തിലിട മാറും. ഇതാരാ? ഞാനും എന്റെ അച്ഛനുമാ, KK രാജേന്ദ്രൻ. ഓ, വലിയ പൊതുപ്രവർത്തകനാ. നിങ്ങളെപ്പോലെ പണ്ട് ഇതുപോലെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാ. അച്ഛൻ ഏത് ട്രൂപ്പിലായിരുന്നു? ഇന്ത്യൻ റെയിൽവേക്കെതിരെ ട്രാക്കിൽ ടോയ്ലറ്റ് ടാങ്ക് തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട് കുറെ പരാതികളും നിവേദനങ്ങളും കൊടുത്ത ആരും തിരിഞ്ഞു നോക്കിയില്ല. വിനോദ് പറയുന്നത് ശരിയാ, എന്ത്? സിസ്റ്റം ശരിയല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, പക്ഷെ ആ സമയം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈടാറ് ഞാൻ എടുത്തോട്ടാ. നീ എന്തിനാ ബുക്ക് എടുത്ത്? ഡ്രീംസ് എവിടെ കണ്ടാലും ഞാൻ എടുക്കും. വൃത്തിയുടെ കാട്ടരുത്. അതവിടെ തിരിച്ചു. ഡയറി തിരിച്ച് ചെയ്യാം. പൈസ എനിക്ക് വേണം.